ബ്ലൂ ഗ്രീൻ മാസ്റ്റേഴ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലൂടെ എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് മെഷീൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം വർക്ക് ചെയ്യുന്നതിന് തൊട്ട് മുന്നായിട്ട് ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റിയാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മെഷീൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം വർക്ക് ചെയ്യുന്നതിന് തൊട്ട് മുന്നായിട്ട് ചെക്ക് ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മളിപ്പോൾ പറയാനായിട്ട് പോകുന്നത്. ഇപ്പോൾ നമ്മൾ നോർമലി ഫസ്റ്റ് ചെയ്യേണ്ട വിഷ്വൽ ഇൻസ്പെക്ഷൻ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ക്യാബിനകത്തേക്ക് വന്നു. ഇനി നമ്മൾ മെഷീൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ക്യാബിൻ്റെ ഉള്ളിലായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ഫസ്റ്റ് കീ സ്വിച്ചിൽ കീ ഇട്ടതിന് ശേഷം അത് ഫസ്റ്റ് ACCയിലോട്ട് ഓൺ ചെയ്യുക. അതിനുശേഷം ഓൺ പൊസിഷനിലോട്ട് കൊണ്ടുവരിക. ഒരു 2 സെക്കൻഡ് വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ക്ലസ്റ്റർ ഗേജ് തെളിഞ്ഞു വരുന്നതാണ്. അത് കഴിഞ്ഞ ശേഷം ഒരു 2 സെക്കൻഡ് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും എറർ കോഡുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇപ്പോൾ ക്ലസ്റ്റർ ഗേജിൽ കാണിക്കുന്നതാണ്. നമ്മുടെ വയറിങ്ങിലോ അല്ലെങ്കിൽ സെൻസറുകളിലോ എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും അത് റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലയിൻസ് മെഷീനിൽ കാണിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ക്ലസ്റ്റർ ഗേജിൽ കാണിക്കുന്നതാണ്. പിന്നീട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ അടുത്ത കാര്യങ്ങൾ ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ RPM പൊട്ടൻഷ്യോമീറ്റർ 0-ൽ ഏറ്റവും ലോയിലായിരിക്കണം കൊണ്ടുവയ്ക്കേണ്ടത്. 2 AC ഓഫ് ആണെന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. പിന്നീട് ക്ലസ്റ്റർ ഗേജിൽ ഫ്യൂവൽ ലെവൽ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ടോ, അതേപോലെ തന്നെ എൻജിൻ ടെമ്പറേച്ചറും കറക്റ്റായിട്ട് തന്നെ കാണിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നോക്കുക. ഇനി നമ്മൾ മെഷീൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. മെഷീൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സേഫ്റ്റി ലിവർ ഓഫ് കണ്ടീഷനിൽ വെച്ചിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. അല്ലാതെ ഓൺ കണ്ടീഷനിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെഷീൻ ടാങ്ക് ആവുന്നതല്ല. അപ്പോൾ ഓഫ് കണ്ടീഷനിലാണെന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം നമ്മൾ മെഷീൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. മെഷീൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ 2 മിനിറ്റ് ഐഡിയൽ പൊസിഷനിൽ മെഷീൻ പ്ലേസ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ബാക്കി ലീക്കുകളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. നമുക്കതായിട്ട് നോക്കാം. ഓക്കെ, ഇനി നമ്മൾ അടുത്തായിട്ട് കൺട്രോൾ വാൽവിൻ്റെ സൈഡിൽ നിന്ന് സിങ്ക് ഡിവൈസിൻ്റെ സൈഡിൽ നിന്ന് ലീക്ക് ഉണ്ടെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് നിലവിൽ ലീക്കോ കാര്യങ്ങളൊന്നും കാണാൻ പറ്റുന്നില്ല. എല്ലാം പെർഫെക്റ്റ് ആണ്. വേറെ കാര്യങ്ങൾക്ക് ഇവിടെ നിലവിൽ കുഴപ്പങ്ങളൊന്നുമില്ല. ഇനി നമുക്ക് പമ്പിൻ്റെ സൈഡിലോട്ട് പോകാം. ഈ റൂമിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും അബ്നോർമൽ സൗണ്ടുകളോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കണം. അതുപോലെ തന്നെ ബെൽറ്റിൻ്റെ എന്തെങ്കിലും നോയ്സോ കാര്യങ്ങളോ വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നോക്കണം. ഇപ്പം നിലവിൽ നമുക്ക് ഇവിടെ നിന്ന് വേറൊരു അബ്നോർമൽ സൗണ്ടോ കാര്യങ്ങളൊന്നും കേൾക്കുന്നില്ല. അപ്പോൾ നമ്മൾ നോക്കിയ എല്ലാ കാര്യങ്ങളിലും ബെൽറ്റിൻ്റെ സൈഡോ ഓക്കെയാണ്. വേറെ അബ്നോർമൽ സൗണ്ടുകളോ വേറെ നോയ്സുകളോ കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് ഹൈഡ്രോളിക് സൈഡുകളിൽ എന്തെങ്കിലും ലീക്കോ കാര്യങ്ങളോ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ കൺട്രോൾ വാൽവിൻ്റെ സൈഡിൽ എന്തെങ്കിലും ലീക്കോ കാര്യങ്ങളോ ഉണ്ടെന്ന് നോക്കാം. ഇപ്പോൾ നിലവിൽ സ്റ്റാർട്ടിങ് കണ്ടീഷനിൽ ഇവിടെ വേറെ ലീക്കോ കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. ഹൈഡ്രോളിക് ഓയിലിൻ്റെ ഒരു ലീക്കോ കാര്യങ്ങളൊന്നും ഇപ്പോൾ കാണിക്കുന്നില്ല. ഇനി അടുത്തായിട്ട് നമുക്ക് ഫങ്ഷൻസ് കൊടുത്ത് നോക്കാം. ഫങ്ഷൻസ് കൊടുത്ത് പ്രഷർ കൊടുത്ത് നോക്കാം. അപ്പോൾ എന്തെങ്കിലും ചെറിയ മൈന്യൂട്ട് ലീക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് കാണിക്കുന്നതാണ്. നമുക്ക് അതോടെ ചെക്ക് ചെയ്ത് എൻഷുർ ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ പമ്പിലോട്ടും അതേപോലെ എഞ്ചിനും മാക്സിമം പ്രഷറും ലോഡും വന്നിട്ടുണ്ട്. എന്തെങ്കിലും മൈന്യൂട്ട് ലീക്ക് ഉണ്ടെങ്കിൽ ഇപ്പോൾ അത് പുറത്തേക്ക് ലീക്ക് കാണിക്കേണ്ടതാണ്. അപ്പോൾ നിലവിൽ നമ്മൾ നോക്കുന്നത് ഇതിനകത്ത് വേറെ ലീക്കോ കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ഇവിടെ എഞ്ചിൻ്റെ സൈഡും അതേപോലെ തന്നെ ഹൈഡ്രോളിക് ലൈൻസിൻ്റെ സൈഡും എല്ലാം ഓക്കെയാണ്. നിലവിലെ എല്ലാ ഫങ്ഷൻസും പിടിച്ചു നോക്കി. അതിനകത്ത് എല്ലാത്തിലും മാക്സിമം പ്രഷറും ലോഡും അപ്ലൈ ചെയ്ത് നോക്കി. നിലവിൽ വേറെ ലീക്കോ കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. ഇപ്പോൾ മെഷീൻ ഏകദേശം പെർഫെക്റ്റ് ആണ്. ഇനി നമുക്ക് മെഷീൻ വർക്ക് ചെയ്ത് തുടങ്ങാം. നമ്മൾ വർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ മെഷീൻ്റെ ലെവൽ നോക്കുന്ന പൊസിഷനിലോട്ട് കൊണ്ടുവന്ന് അതേപോലെ പ്ലേസ് ചെയ്യണം. അതിന് ശേഷം നമ്മൾ ബാക്കി കാര്യങ്ങൾ നോക്കണം. RPM ഐഡിയലിലോട്ട് കൊണ്ടുവരിക. ഐഡിയലിലോട്ട് കൊണ്ടുവന്നതിന് ശേഷം ഒരു 2 മിനിറ്റ് ഐഡിയൽ RPMൽ സെറ്റ് ചെയ്യുക. അതിനുശേഷം വീണ്ടും നമ്മുടെ AC മൊഡ്യൂൾ ഓഫ് ചെയ്യുക. AC മൊഡ്യൂൾ ഓഫ് ചെയ്തതിന് ശേഷം നമ്മുടെ സേഫ്റ്റി ലിവർ ഓഫ് ചെയ്യണം. സേഫ്റ്റി ലിവർ ഓഫ് ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റ് മെഷീൻ ഐഡിയലിൽ വെച്ചേക്കുക. അതിന് ശേഷം മാത്രം കീ സ്വിച്ച് ഓഫ് ചെയ്തുകൊണ്ട് മെഷീൻ ഓഫ് ചെയ്യുക. എപ്പോൾ വർക്ക് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മെഷീൻ നിർത്തുന്നത് ഈ ഒരു പൊസിഷനിൽ വെച്ചിട്ടായിരിക്കണം നിർത്തേണ്ടത്. മെഷീൻ ലെവലിലായിരിക്കണം വെക്കേണ്ടത്. എന്നാൽ മാത്രമാണ് അടുത്ത ദിവസം നമ്മൾ മെഷീൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് വിഷ്വൽ ഇൻസ്പെക്ഷൻ നോക്കാനും അതിനകത്ത് നമ്മുടെ ഓയിൽ ലെവലുകൾ കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ടും സാധിക്കുന്നേ. അതുകൂടാതെ ഒരു കാര്യോടെയും ഓപ്പറേറ്റർ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ മെഷീൻ ഓഫ് ചെയ്ത് പോകുന്നതിന് മുന്നേ ഹൈഡ്രോളിക് ടാങ്കിലെ പ്രഷർ, അതായത് ബ്രീത്തർ ഞെക്കി ആ പ്രഷർ എയർ റിലീസ് ചെയ്തതിന് ശേഷം മാത്രമാണ് പോകാവുള്ളൂ. ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ഫലപ്രദമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.